ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മപ്രണാമം. ശരയോഗം എന്നുള്ളത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്ര പരിശീലന വിഭാഗങ്ങളിൽ അത്യുജ്വലമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സമയമാർഗ ക്രിയയാണ് എന്ന് നമുക്ക് പറയാം. ശരം എന്നതിന് ശ്വാസം എന്നൊരർത്ഥമുണ്ട്. കുറേ കൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ പ്രാണൻ എന്നൊരർത്ഥമുണ്ട്. കുറേ കൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവികമായ ചൈതന്യം എന്നൊരർത്ഥമുണ്ട്. ശരയോഗം എന്നുള്ളത് നമ്മുടെ ഉള്ളിലെ ശ്വാസത്തെ നിരീക്ഷിച്ച് ശ്വാസത്തിലൂടെ പ്രാണനെ അറിഞ്ഞ പ്രാണനെ നിയന്ത്രിച്ച് സ്വാധീനിച്ച് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന മഹത്തായ കുണ്ഡലിനി ശക്തിയെ, പ്രാണൻ കേന്ദ്രീകരിക്കപ്പെടുന്ന ഷഠാധാര ചക്രങ്ങളെ, മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി, ആജ്ഞ, ഏഴാമത് സഹസ്രാര ഉൾപ്പെടെയുള്ള സപ്തചക്രങ്ങളെയും എനർജൈസ് ചെയ്ത് നമ്മളുടെ ബോധത്തെ, നമ്മുടെ മനസ്സിനെ സൂക്ഷ്മമാക്കി ഏകാഗ്രമാക്കി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവീക ചൈതന്യത്തെ കണ്ടറിയുന്നതിനുള്ള ഒരു മഹത്തായ വിദ്യയാണ് ശരയോഗം എന്ന് പറയുന്നത്. ഈ ഒരു വിദ്യ പ്രത്യേകിച്ചും തമിഴ് സിദ്ധ പാരമ്പര്യത്തിലൂടെ വന്നതാണ്. മഹാദേവിക്ക് പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തുവെന്നും പാർവതി നന്ദിദേവനും കാലാങ്കിനാഥനും ഉപദേശിച്ചു കൊടുത്തുവെന്നും പിന്നീട് ആ വിദ്യ ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ ഭോഗനാഥ മഹർഷിയിലൂടെ അഗസ്ത്യ മഹർഷിയിലൂടെ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു എന്നുമാണ് ശരയോഗത്തെ പറ്റിയുള്ള വിശ്വാസം. ഇപ്പോൾ കുണ്ഡലിനി യോഗമാർഗങ്ങളെന്ന് പറയുന്നത് വിവിധ തരത്തിലുണ്ട്. യോഗയിലുണ്ട്, തന്ത്രയിലുണ്ട്, വേദാന്ത മാർഗത്തിലുണ്ട്. മറ്റ് ഗൂഢമായ ക്രിയകൾ കുണ്ഡലിനി ശക്തിയുടെ ഉണർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവീക ചൈതന്യമാണ് കുണ്ഡലിനി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടുകളിലൊക്കെ, പഴയകാല വീടുകളിലൊക്കെ, തറവാടുകളിലൊക്കെ പണ്ട് പശുവിനെ വളർത്തുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. കൃഷിയും കാർഷിക സംസ്കാരവും പശുപാലനവും ഒക്കെ ആയിരുന്നു നമ്മുടെ പഴയകാല കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ ജീവിത ക്രമത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തറവാടുകളിൽ പശുവിനെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന പാല് അത് ഉറൊഴിച്ച് തൈരാക്കി തൈരിനെ കടയും. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കടകോൽ ഉപയോഗിച്ച് തൈരിനെ കടയും. തൈരിനെ കടഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് വളരെ വിശിഷ്ടമായിരിക്കുന്ന വെണ്ണ എന്ന ഒരു വസ്തു കിട്ടും. അല്ലെ, ഉണ്ണിക്കണ്ണൻ വെണ്ണപ്രിയനാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സ്വാദിഷ്ടമാണ്, വളരെയധികം പോഷക സമൃദ്ധമാണെന്ന് നമുക്കറിയാം. അപ്പോൾ തൈരിൻ്റെ ഉള്ളിൽ വെണ്ണയുണ്ട്. പക്ഷേ തൈരിനെ കടഞ്ഞില്ലെങ്കിലോ നമുക്ക് വെണ്ണ കിട്ടില്ല. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ തൈരിൻ്റെ ഉള്ളിൽ വെണ്ണ ഉള്ളതുപോലെ ഈശ്വരീയ ബോധം, ഈശ്വരീയ ചൈതന്യം, ഈശ്വരീയ ജ്ഞാനം, ഈശ്വരീയ ശക്തി ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ നമ്മൾ സാധന അല്ലെങ്കിൽ ഉപാസനയാകുന്ന കടകോൽ ഉപയോഗിച്ച് കടയുന്നില്ല. തൈരിൽ നിന്ന് വെണ്ണയെടുക്കാനുള്ള മാർഗം തൈരിനെ കടകോൽ കൊണ്ട് കടയുകയാണ്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവീക ശക്തിയെ തിരിച്ചറിയാനുള്ള മാർഗം ഉപാസനയാണ്, സാധനയാണ്. അങ്ങനെയുള്ള സാധനാ മാർഗത്തിലെ വളരെ ഉന്നതമായൊരു പരിശീലനമാണ് ശരയോഗം എന്ന് പറയുന്നത്. ശരം ആദ്യം പറഞ്ഞ പോലെ ശ്വാസമാണ്, പ്രാണനാണ്. പ്രാണൻ കേന്ദ്രീകരിക്കപ്പെടുന്ന ഷഡാധാര ചക്രങ്ങളാണ്. മാനസിക തലമാണ്, ബൗദ്ധിക തലമാണ്. പിന്നെ സൂക്ഷ്മമായ നമ്മുടെ ആത്മീയ മണ്ഡലമാണെന്ന് പറയും. അപ്പോൾ ഇതിനെ അറിയാനുള്ള മാർഗ്ഗമാണ് ശരയോഗം എന്ന് പറയുന്നത്. കേവലം ഇതൊരു ആധ്യാത്മിക വിദ്യ മാത്രമല്ല, സ്പിരിച്വൽ പുരോഗതി നൽകുന്നൊരു വിദ്യ മാത്രമല്ല. ശരയോഗം കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ശരീരം ഊർജ്ജസ്വലമാകും, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും, പാരമ്പര്യ രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള ശേഷി നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ്, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ്, അതീത മനസ്സ് എന്ന് പറയുന്ന മനസ്സിൻ്റെ പല തലങ്ങളുണ്ട്. മനസ്സിനൊരു ശാന്തി, മനസ്സിനൊരു ശക്തി, ആത്മവിശ്വാസം, ധൈര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. അകാരണമായ പേടി, ഉത്കണ്ഠ, ഭയം തുടങ്ങിയിരിക്കുന്ന മാനസികമായിട്ടുള്ള രോഗങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. മനസ്സ് ശാന്തസുന്ദരമാകും, അതിശക്തമായി മാറും. പ്രത്യേകിച്ചും ശരയോഗത്തിൽ നമ്മൾ പരിശീലിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രാണായാമങ്ങൾ, പ്രാണോർജ്ജ വിന്യാസ ക്രിയകൾ, ശരവിന്യാസ ക്രിയകൾ, നമ്മൾ പ്രത്യേക രീതിയിൽ ചെയ്യുന്ന ശരശക്തി പ്രാണായാമങ്ങൾ, ശരസങ്കല്പ ധ്യാന വിദ്യകൾ, ഇതിലൂടെ വളരെ വേഗത്തിൽ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും, നമ്മളുടെ പ്രാണനെ നിയന്ത്രിക്കാൻ കഴിയും. പ്രാണനിയന്ത്രണത്തിലൂടെ മാത്രമേ നമുക്ക് മനോനിയന്ത്രണം ഉണ്ടാകൂ. മനോനിയന്ത്രണം ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ ബുദ്ധി സൂക്ഷ്മതയുള്ളതാകൂ. നമ്മളുടെ ബുദ്ധി സൂക്ഷ്മതയുള്ളതായാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ആത്മീയ ചൈതന്യത്തെ തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ ശരയോഗം നമ്മൾ ചെയ്യുമ്പോൾ ശരീരം ഊർജ്ജസ്വലമാകുന്നു, മനസ്സ് ഏകാഗ്രമാകുന്നു, ബുദ്ധി സൂക്ഷ്മതയുള്ളതാകുന്നു, നമ്മുടെ ഉള്ളിലെ ഡിവൈൻ പവർ, കുണ്ഡലിനി ശക്തി ഉണരുന്നു. നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ, ഇന്നത്തെ ലൗകിക ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ
ആരോഗ്യമുള്ളൊരു ശരീരം വേണം, വേണ്ടേ? വേണം. മനസ്സ് ശാന്തമായിരിക്കണം, ശക്തമായിരിക്കണം, അതും ആവശ്യമായ കാര്യമാണ്. ബുദ്ധി സൂക്ഷ്മതയുള്ളതായിരിക്കണം. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ശരിയായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള, വിജയത്തിലേക്ക് പോകാനുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, വക്രബുദ്ധിയാണെങ്കിൽ, വികലബുദ്ധിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും. അപ്പോൾ ബുദ്ധി സൂക്ഷ്മതയുള്ളതാകണം, ബുദ്ധിക്ക് സംശുദ്ധത വേണം എന്ന് പറയും. അപ്പോൾ അതിന് തെളിമയുള്ളൊരു ബുദ്ധി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രാണായാമങ്ങൾ, മന്ത്രജപങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, നമ്മൾ ചെയ്യുന്ന സങ്കല്പ ക്രിയകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക വഴിയാണ് നമ്മളുടെ ബൗദ്ധിക മണ്ഡലം വികസിക്കുക. അതുപോലെ തന്നെ അതീന്ദ്രിയ ബുദ്ധിയുണ്ട്. 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്തെയാണ് കാണുന്നത്. കണ്ണ് കാഴ്ച, ചെവി കേൾവി, മൂക്ക് ഗന്ധം, നാവ് രുചി, ത്വക്ക് സ്പർശനം. ഇതിലൂടെ വരുന്ന ഡേറ്റാസാണ് നമ്മുടെ മനസ്സിൽ അനുഭവങ്ങളായിട്ട് മാറുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ജീവിതം രൂപപ്പെടുന്നത്. നല്ലത് കാണുകയും നല്ലത് കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല മനസ്സുണ്ടാകും. ചീത്ത ചിന്തിക്കുകയും ചീത്ത കാണുകയും ചീത്ത പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നെഗറ്റീവായിട്ട് മാറും. നാം എന്താണോ ചിന്തിക്കുന്നത് നാം അതായിത്തീരുന്നു എന്നുള്ളത് തന്നെയാണ് ആകർഷണ നിയമം. ഇപ്പോൾ നമ്മൾ ശരയോഗം പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമം തമിഴ് ശൈവ അഗസ്ത്യ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ശരയോഗ പ്രാക്ടീസുകളുള്ളത്. 500ഓളം ആൾക്കാർ ഓൺലൈനിൽ ഇപ്പോൾ ശരയോഗം പഠിക്കുന്നുണ്ട്. വളരെ നല്ല അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഇപ്പോൾ നമ്മളുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ശരയോഗം ചെയ്യുന്ന അവരുടെ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് വരും, അല്ലേ? നമ്മളൊരു ചിന്താമണി പോലെ, അല്ലെങ്കിൽ ഒരു കാമധേനു പോലെ, അല്ലെങ്കിൽ ഒരു കൽപ്പവൃക്ഷം പോലെ നമ്മൾ എന്ത് ചോദിച്ചാലും തരുന്ന വിശിഷ്ടമായിട്ടുള്ള ഒന്നിനെയൊക്കെയാണ് ഈ പേര് നമ്മൾ പറയുക, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണോ ശരയോഗം ചെയ്തിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് നമ്മളിലേക്ക് വരും. ഇതിനെ ആകർഷണ നിയമം എന്ന് പറയും. ഇപ്പോൾ ശരയോഗത്തിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്. സാക്ഷാത്കാര വിദ്യ, ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ നമ്മുടെ ഏത് ആഗ്രഹവും നേടുന്നതിനുള്ളൊരു വിദ്യയുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ പ്രാണൻ സംഭരിക്കാതെ, നമ്മുടെ ഉള്ളിൽ മനസ്സ് ഏകാഗ്രമാകാതെ, നമ്മളുടെ ബോധമണ്ഡലം സൂക്ഷ്മമാകാതെ മാനിഫെസ്റ്റേഷൻ പൂർണ്ണാവില്ല. വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ കാര്യം നടക്കില്ല. ചിന്ത ആഴങ്ങളിലേക്ക് പോകണം. നമ്മൾ പറഞ്ഞല്ലോ, മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഭാരതത്തിൻ്റെ ഒരു മനഃശാസ്ത്ര പഠനമുണ്ട്. പൗരാണികരായിട്ടിരിക്കുന്ന ഭാരതീയ ഋഷിവര്യന്മാർ മനസ്സിനെപ്പറ്റി വളരെയധികം ആഴത്തിൽ പഠിച്ചവരാണ്. സമ്മോഹന വിദ്യ അല്ലെങ്കിൽ സമ്മോഹന ധ്യാന വിദ്യ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സൈക്കോളജിയുടെ, അല്ലെങ്കിൽ പിന്നീട് ലോകത്തിൻ്റെ സൈക്കോളജിയുടെ അടിസ്ഥാന തത്വങ്ങളെന്ന് പറയാം. മനസ്സിനെ ഇത്രയധികം ആഴത്തിൽ പഠിക്കുകയും അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തിയ ലോകത്തിലെ പ്രാചീനമായൊരു രാഷ്ട്രം ഭാരതമാണ്. നമ്മുടെ യോഗശാസ്ത്രം, അതുപോലെ നമ്മുടെ തന്ത്രശാസ്ത്രം, നമ്മുടെ വേദാന്ത ശാസ്ത്രം, മറ്റു ഗൂഢവിജ്ഞാനങ്ങൾ, ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രമാക്കാനും ശക്തമാക്കാനും മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ വിജയിക്കാനും നമ്മളെ പ്രാപ്തമാക്കുന്ന അനേകം വിദ്യകളുണ്ട്. ഇപ്പം മെത്തേഡ് ഓഫ് കാളിക പോലെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, വിവിധ മെത്തേഡുകൾ ഭാരതീയ ഋഷിവര്യന്മാരിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കാരണം മനസ്സ് പോസിറ്റീവാണോ ജീവിതം പോസിറ്റീവാകും, മനസ്സ് നെഗറ്റീവാണോ ജീവിതം നെഗറ്റീവാകും. മനസ്സ് വിജയ കാംക്ഷയുള്ളതാണോ ജീവിതത്തിൽ വിജയങ്ങൾ വരും. മനസ്സ് പരാജയം ആണോ നമ്മുടെ ജീവിതത്തിലേക്ക് പരാജയം വരും. നാം എന്ത് ചിന്തിക്കുന്നു നാം അതായിത്തീരുന്നു. മനസ്സ് ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സ്പന്ദന മണ്ഡലമാണ്. മനസ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചിന്തകളാണ്. ഇന്നത് വേണം, ഇന്നത് വേണ്ട എന്നുള്ളതിൻ്റെയൊക്കെ ആദ്യ രൂപം. പലതരത്തിലുള്ള ചിന്തകളുണ്ട്. ചിന്തകൾ തീവ്രമാകുമ്പോഴാണ് ആഗ്രഹമാകുന്നത്, ആഗ്രഹങ്ങൾ തീവ്രമാകുമ്പോഴാണ് വികാരമാകുന്നത്, വികാര തീവ്രതയോടുകൂടി ആക്ഷൻ വരുമ്പോഴാണ്, പ്രവർത്തനം വരുമ്പോഴാണ് ഇച്ഛാശക്തി ഉണ്ടാകുന്നതെന്ന് പറയും. അപ്പോൾ ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഇച്ഛാശക്തിയും ഒക്കെ നമ്മളുടെ മനോമണ്ഡലവും നമ്മളുടെ ബൗദ്ധിക മണ്ഡലവുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ മനസ്സ് ശാന്തമായാലേ, മനസ്സ് ശക്തമായാലേ, മനസ്സ് ഊർജ്ജസ്വലമായാലേ ജീവിതത്തിൽ ശാന്തി, സന്തോഷം, ഊർജ്ജസ്വലത ഉണ്ടാവും. നമ്മളൊരു മഞ്ഞ കണ്ണട വെച്ച് ഈ ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ മഞ്ഞയായിട്ട് തോന്നും. ഈ ലോകത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന നിറങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ ശിഥില ചിന്തകളുള്ള, നെഗറ്റീവ് ചിന്തകളുള്ള, അധമ ചിന്തകളുള്ള ഒരു മനസ്സ് വെച്ച് നിങ്ങളെ വിലയിരുത്തിയാലും, നിങ്ങളുടെ പ്രൊഫഷനെ വിലയിരുത്തിയാലും, കുടുംബജീവിതത്തെ വിലയിരുത്തിയാലും, ലോകത്തെ വിലയിരുത്തിയാലും എല്ലാം നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും. ആരും ശരിയല്ല, ഞാനും ശരിയല്ല, ആരും ശരിയല്ല. പക്ഷേ നമ്മളൊരു പ്ലെയിൻ ഗ്ലാസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലോ ലോകത്തിൻ്റെ വിവിധ ഗുണങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഓരോ മനുഷ്യരിലുമുള്ള നന്മകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനാദ്യം നമ്മുടെ ഉള്ളിൽ നമ്മളെ നേരെയാക്കിയിട്ട് വേണം ലോകത്തെ നേരെയാക്കാനെന്ന് പറയും. നിങ്ങൾ മനസ്സിൽ ശാന്തിയും സന്തോഷവും ഊർജ്ജസ്വലതയും ആനന്ദവും അനുഭവിക്കുന്നില്ല എങ്കിൽ, വെറുപ്പും വിദ്വേഷവും അസൂയയും ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളിലേക്ക് അതാണ് ആകർഷിക്കപ്പെടുക. അതാണ് ആകർഷണ നിയമം. ഒരു കാന്തം
വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഇരുമ്പ് തരികളെ ആകർഷിക്കും. മനസ്സ് വളരെ വലിയൊരു മാഗ്നറ്റാണ്. അതിൽ നിന്ന് പുറപ്പെടുന്ന നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ വികാരങ്ങളാണ് അതിൻ്റെ ആകർഷണ ശക്തി എന്ന് പറയുന്നത്. അത് നെഗറ്റീവാണോ, നെഗറ്റീവ് നമ്മളിലേക്ക് വരും. അത് പോസിറ്റീവാണോ, പോസിറ്റീവ് നമ്മളിലേക്ക് വരും. ലോകത്ത് വിജയിച്ചവർ ഉപയോഗിച്ച മെത്തേഡ് ഇതാണ്. ഇതിനെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സാക്ഷാത്കാര വിദ്യ എന്ന് പറയും. എന്നാൽ മാനിഫെസ്റ്റേഷന് പൂർണ്ണത വരണമെങ്കിൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന, ബോധത്തെ പ്രവർത്തിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന വളരെ വലിയൊരു ഡിവൈൻ പവർ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെ പ്രാണശക്തി എന്ന് പറയും. പ്രാണനം ചെയ്യിപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന, നിലനിർത്തുന്ന അടിസ്ഥാന ശക്തിയാണ് പ്രാണൻ. പ്രാണ സംയമനം ഉണ്ടാകാതെ, പ്രാണനെ സംഭരിക്കാതെ, പ്രാണനെ അറിയാതെ, പ്രാണനെ നിയന്ത്രിക്കാതെ, പ്രാണസിദ്ധി ഉണ്ടാകാതെ, പ്രാണജയം ഉണ്ടാകാതെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പൂർണ്ണമാവില്ല. മനസ്സിലായില്ലേ? പ്രാണൻ്റെ ഏകീകരണമാണ് മാനിഫെസ്റ്റേഷൻ വിദ്യയുടെ വിജയം എന്ന് പറയും. പ്രാണൻ ഏകീകരിക്കപ്പെട്ടാലേ ശരീരം ഊർജ്ജസ്വലമാകും, മനസ്സ് ഏകാഗ്രമാകും, ബുദ്ധി സൂക്ഷ്മതയുള്ളതാകും, കുണ്ഡലിനി ശക്തി ഉണർത്താൻ സാധിക്കൂ. അപ്പോൾ ഇത് മാനിഫെസ്റ്റേഷൻ വിദ്യയുടെ അടിസ്ഥാനമാണ്. പ്രാണനെ ഏകീകരിക്കുക. അതിനെന്ത് വേണം? ശരയോഗം പോലെയുള്ള മെത്തേഡുകൾ നമ്മൾ കൃത്യമായിട്ട് പരിശീലിക്കണം. ഇപ്പോൾ ശരയോഗ വിദ്യയിൽ വ്യത്യസ്തമായിരിക്കുന്ന പ്രാണ ഊർജ്ജക്രിയകൾ, പ്രാണവിനിമയക്രിയകൾ, പ്രാണവിന്യാസക്രിയകൾ, അതുപോലെ തന്നെ ശരശക്തി പ്രാണായാമങ്ങൾ, ശരസങ്കല്പധ്യാനങ്ങൾ, അങ്ങനെ വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരമണ്ഡലത്തെ, മനോമണ്ഡലത്തെ, ബോധമണ്ഡലത്തെ, പ്രാണമണ്ഡലത്തെ, ചക്രമണ്ഡലത്തെ എനർജൈസ് ചെയ്യുന്ന വിദ്യകളാണുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തിയാണ്, സന്തോഷമാണ്, ആരോഗ്യമാണ്, ആനന്ദമാണ്, ധനധാന്യ സമ്പദ് സമൃദ്ധിയാണ്, അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, രോഗമില്ലാതെ സുഖമായി ജീവിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ ആഗ്രഹം നടക്കാത്തത്? അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ അറിയാം, നമ്മളുടെ ആസൂത്രണമില്ലായ്മ, ജീവിതത്തിലെ ലക്ഷ്യബോധമില്ലായ്മ, ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗമറിയായിക, പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ തളർന്നു പോയി മുന്നേറാൻ സാധിക്കാതെ വരിക. അടിസ്ഥാനപരമായി നമ്മൾ ശരിയായ രീതിയിൽ ഈശ്വരോപാസന ചെയ്യാതിരിക്കുക. അപ്പോൾ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈശ്വരോപാസനയാണ്, സാധനയാണ്, ഉപാസനയാണ്. അപ്പോൾ ഒരു ശരയോഗം എന്ന് പറഞ്ഞാൽ ഒരു നിത്യ സാധനയാണ്, ഒരു നിത്യ ഉപാസനയാണ്. ഇത് കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം ഊർജ്ജസ്വലമാകും. കാരണം അതിനുള്ള പ്രാക്ടീസുകളുണ്ട്. മനസ്സും ബോധമണ്ഡലവും സൂക്ഷ്മതയുള്ളതാകും. നമ്മുടെ ഉള്ളിലെ ഡിവൈൻ പവർ അഥവാ കുണ്ഡലിനി ശക്തി നമുക്ക് ഉണർത്താൻ സഹായിക്കും. അപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമം ഈ ഇടെ ആരംഭിച്ച കോഴ്സിൽ 500ഓളം പേര് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ, അവർക്ക് വളരെയധികം ഗുണഫലങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ, ഈ എത്രത്തോളമാണ് ഈ ഒരു വിദ്യ ശാസ്ത്രീയമാകുന്നത് അല്ലെങ്കിൽ പ്രായോഗികമാകുന്നത്, ജീവിതത്തിൽ ഫലവത്താകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ശരയോഗം മാത്രമല്ല, നിങ്ങൾ ഏത് ഗുരുവിൻ്റെ കീഴിൽ ഏത് വിദ്യ പഠിച്ചാലും നിത്യജീവിതത്തിൽ കൃത്യമായത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ശരയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിലുള്ള റിസൾട്ട് കിട്ടുന്നൊരു വിദ്യയാണ്. ഈ ഒരു പ്രാധാന്യം മറ്റു വിദ്യകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകത മറ്റു വിദ്യകളിൽ നിന്ന് ശരയോഗത്തിനുണ്ട്. ശരം പോലെ അത് സഞ്ചരിക്കും, അല്ലെ ഒരു അമ്പ് പോലെ സഞ്ചരിക്കും. ഒരമ്പ് തൻ്റെ മുന്നിൽ ഉള്ള എല്ലാത്തിനെയും തുളച്ച് കീറി അത് മുന്നോട്ട് പോകും. അമ്പിനെ ഒന്നിനും തടയാൻ സാധിക്കില്ല. എന്തെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അതിനെ കീറിക്കൊണ്ടാണ് അമ്പ് പോവുക. ഇതുതന്നെയാണ് ശരയോഗം. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ശാരീരിക രോഗങ്ങളെ, മാനസിക രോഗങ്ങളെ, ബൗദ്ധിക പ്രശ്നങ്ങളെ, സാമ്പത്തിക പ്രശ്നങ്ങളെ, കുടുംബപരമായ പ്രശ്നങ്ങളെ, ജോലിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒക്കെ കുത്തിക്കീറി എല്ലാ പ്രശ്നങ്ങളെയും തകർത്തെറിഞ്ഞ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലേ? ശരവേഗത്തിൽ ജീവിതത്തെ മുന്നോട്ട് കുതിപ്പിക്കാൻ സഹായിക്കും ഈ ഒരു വിദ്യ. കാരണം അതിനുള്ള തെളിയിക്കപ്പെട്ട വിദ്യകളുണ്ട്. ഇത് കൃത്യമായി നമ്മളൊരു 41 ദിവസം നല്ല രീതിയിൽ ശരയോഗം അഭ്യസിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ വിദ്യ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. ഒരു ശാന്തിയും ശക്തിയും ഊർജ്ജസ്വലതയും ഏകാഗ്രതയും നമ്മുടെ ഉള്ളിലെ കുണ്ഡലിനി ശക്തിയുടെ, ആ പ്രാണശക്തിയുടെ സഞ്ചാരവും ഒക്കെ തിരിച്ചറിയാൻ കഴിയും. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ശാന്തിയോടെ, സന്തോഷത്തോടെ, ഊർജ്ജസ്വലതയോടെ, ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞതുപോലെ അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും ആരോഗ്യവത്തായിരിക്കണം. നമ്മൾ ഇടപെടുന്ന കുടുംബം, സമൂഹം, രാഷ്ട്രം, ലോകം, നമ്മളുടെ ജോലി, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിലാകണം. ഇതാണ് മനഃശാന്തിക്ക്, മനഃശക്തിക്കുള്ള മാർഗം. അതിനെന്ത് വേണം? ഈ പറയുന്ന രീതിയിൽ ശരയോഗം പോലെയുള്ള വിദ്യകൾ നിത്യാനുഷ്ഠാനത്തിൻ്റെ ഭാഗമാകുകയും ജീവിതത്തിനൊരടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും കൃത്യമായി ധ്യാനം ചെയ്യുന്ന ഒരു ശീലവും നമുക്കുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് ശരവേഗത്തിൽ ജീവിതത്തെ, ഭൗതിക ആത്മീയ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളതാണ് യോഗികൾ പറയുക. അതിന് സഹായിക്കുന്ന വളരെ ശക്തി ഉള്ളതും
വളരെയധികം രഹസ്യാത്മകമായതും എന്നാൽ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നതും ഈ ജീവിതത്തിൽ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നതുമായ ഒരു വിദ്യയാണ് ശരയോഗം. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ചും ആധുനിക കാലത്ത് നമുക്ക് എല്ലാത്തിനും സമയമില്ല, മണിക്കൂറുകളോളം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനൊന്നും സമയമില്ല. ശരയോഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു അരമണിക്കൂർ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഊർജ്ജസ്വലത, ആരോഗ്യം, ആനന്ദം, മനഃശാന്തി, ദൈവിക അനുഗ്രഹം ഇത് നമുക്കുണ്ടാകും. അത് വെറുതെ പറയുന്നതല്ല, ഇത്രയും അധികം അനുഭവങ്ങൾ പലരിലും ഉണ്ടാക്കിയ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നവരിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു വിദ്യയാണ് ശരയോഗം. ശരയോഗത്തിൻ്റെ വളരെ വലിയ ഒരു പ്രത്യേകതയും ഇതുതന്നെയാണ്. നമസ്തേ.